നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത നാടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനാവകാശം ലഭ്യമായ ഊരുകളിൽ റവന്യൂ അവകാശങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ രാജൻ. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത പുറമ്പോക്കിൽ താമസിക്കുന്ന 29 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടി. നിപ്പ വൈറസ് വ്യാപനം. മലപ്പുറം ജില്ലയിൽ 9 തദ്ദേശ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. നവംബർ 1 മുതൽ അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറുമെന്നും പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതിലൂടെയാണ് സംസ്ഥാനം ദാരിദ്ര്യവും വിലവർധനവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന പട്ടയമേള പാലക്കാട് കോട്ട മൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രരായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിൽ 78% പേരെയും അതിദാരിദ്ര്യം മുക്തമാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളവർ കൂടി നവംബർ 1 പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്നും മുക്തരാകും. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പടിപടിയായി ചുവടുവെക്കുന്നത്. ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നയങ്ങളുടെ തുടർച്ചയാണ് ഈ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ സംസ്ഥാനത്തെ 43,058 കുടുംബങ്ങൾ ഭൂമിക്ക് അവകാശികളായി മാറി. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് എല്ലാവർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നത്. സർക്കാർ 2016 മുതൽ 2021 വരെ 1,77,011 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 3 വർഷം കൊണ്ട് 1,80,887 പട്ടയങ്ങളും വിതരണം ചെയ്തു. 2021 അധികാരത്തിലെത്തി 4ാം വാർഷികത്തിന്റെ ഭാഗമായി 43,058 പട്ടയങ്ങൾ ഉൾപ്പെടെ 2,23,945 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ 9 വർഷത്തെ കണക്കനുസരിച്ച് 4 ലക്ഷത്തിലധികം ഭൂരഹിതർ നമ്മുടെ സംസ്ഥാനത്ത് ഭൂവുടമകളായി മാറി. നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാരിനും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 4 ലക്ഷം കവിഞ്ഞ പട്ടയം അടുത്ത വർഷത്തോടെ 5 ലക്ഷമായി മാറും. എന്തെങ്കിലും തടസ്സങ്ങൾ പട്ടയ അസംബ്ലിയിൽ ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും. താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അവിടെ തന്നെ പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. പരിഹരിക്കാൻ കഴിയാതിരുന്ന ആയിരക്കണക്കിന് പട്ടയ പ്രശ്നങ്ങളാണ് പട്ടയ ഡാഷ് ബോർഡിലൂടെ പരിഹരിക്കാൻ സാധിച്ചത്. തിരുവനന്തപുരം ജില്ല ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ആദ്യ ജില്ലയായി മാറി. ആ മാതൃകയിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ്, MLA-മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ ബാബു, പി മമ്മിക്കുട്ടി, എ പ്രഭാകരൻ, KD പ്രസേനൻ, കെ പ്രേംകുമാർ, PP സുമോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, അഡീഷണൽ റവന്യൂ സെക്രട്ടറി ഷീബ ജോർജ്, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ADM സുനിൽകുമാർ, RDO കെ മണികണ്ഠൻ, രാഷ്ട്രീയ പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വനാവകാശം ലഭ്യമാക്കിയിട്ടുള്ള 568 ആദിവാസി ഊരുകളിലെ വനാവകാശത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് റവന്യൂ അവകാശങ്ങൾ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പാലക്കാട് നടന്ന സംസ്ഥാന പട്ടയമേളയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി താലൂക്കിലെ 6 വില്ലേജുകളിൽ 3 വില്ലേജുകളുടെ റീസർവേ നടപടികൾ ഔപചാരികമായി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. 3 വില്ലേജുകളുടെ കൂടി ഡിജിറ്റൽ റീസർവേ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ജൂൺ മാസത്തിൽ ആരംഭിക്കും. ആദിവാസികളുടെ ഭൂമി അവർക്ക് തന്നെ തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ റീസർവേയിലേക്ക് കേരളം പോവുകയാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന ബഹുമതി നേടാൻ ഈ സർക്കാരിന് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടയം മിഷൻ രൂപീകരിക്കുകയും സംസ്ഥാനത്തിലെ 140 മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷരായി മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കാളികളാക്കിക്കൊണ്ട് റവന്യൂ അസംബ്ലിയും ചേരുവാൻ സർക്കാരിനെ സാധിച്ചു. തദ്ദേശ സ്വയംഭരണം, ജലവിഭവം, വനം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി പ്രവർത്തിച്ച് 10 വർഷക്കാലം കൊണ്ട് ആകെ പട്ടയങ്ങളുടെ എണ്ണം 5 ലക്ഷമായി മാറ്റുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്ക് സർക്കാർ മുന്നേറുകയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ മുതൽ ലൊക്കേഷൻ സ്കെച്ചിംഗ് വരെ കൃത്യതയോടെ നടപ്പിലാക്കി ഭൂമി കൈമാറാൻ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിവിധ വകുപ്പുകളുടെ പോർട്ടലുകളെ സംയോജിപ്പിച്ചുകൊണ്ട് എന്റെ ഭൂമി എന്ന പേരിൽ പോർട്ടൽ ആരംഭിക്കുവാൻ സംസ്ഥാനത്തിന് സാധ്യമായി. 2025 നവംബർ 1 മുതൽ റവന്യൂ വകുപ്പിന്റെ 23ഓളം സേവനങ്ങൾ ATM കാർഡ് രൂപത്തിലുള്ള റവന്യൂ കാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്മാർട്ട് കാർഡ് നടപ്പിലാക്കും.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യുന്ന ജില്ലയാവാൻ പാലക്കാട് ജില്ലയ്ക്ക് സാധിച്ചെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലമ്പുഴ ഹോട്ടൽ KPM ട്രൈപ്പന്റിൽ നടന്ന തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ നടപടികൾ വേഗത്തിൽ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല രീതിയിൽ സാധിക്കണം. ഈ കാലയളവിൽ പൊതുസമൂഹത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അടുപ്പം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വിവിധ പദ്ധതികളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന ഓൺലൈൻ സേവനങ്ങളും വാതിൽപ്പടി സേവനങ്ങളുമെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താലൂക്ക് തല അദാലത്ത്, നവകേരള സദസ്സ് എന്നീ പരിപാടികളിലൂടെ പുതിയൊരു ഭരണ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാനും ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കണം. ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാതെ നോക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയാണ് ഭരണരംഗം കൂടുതൽ ജനകീയവും ഊർജ്ജസ്വലവും ആവുക. ശ്രദ്ധയോടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ കൃത്യമായ ഇടപെടലോടുകൂടിയാണ് ഉണ്ടാവുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2 സെഷനുകളിലായി നടന്ന മേഖലാതല യോഗത്തിൽ 3 ജില്ലകളിലെയും സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി. യോഗത്തിൽ മന്ത്രിമാരായ K. രാജൻ, റോഷി അഗസ്റ്റിൻ, K. കൃഷ്ണൻകുട്ടി, P. രാജീവ്, വീണ ജോർജ്, OR കേളു, GR അനിൽ, സജി ചെറിയാൻ, KN ബാലഗോപാൽ, P. പ്രസാദ്, AK ശശീന്ദ്രൻ, MB രാജേഷ്, ഡോക്ടർ R. ബിന്ദു, ചീഫ് സെക്രട്ടറി A. ജയതിലക്, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കളക്ടർമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ നരിപ്പറമ്പ് ദേശീയപാത പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം അനുവദിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കഴിഞ്ഞ 45 വർഷമായി ഈ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന 29 കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കുന്നത്. 60 വർഷം മുമ്പ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയായിരുന്നു. എന്നാൽ പുതിയ അലൈൻമെന്റ് വന്നതോടെ ഈ സ്ഥലം ദേശീയപാതയ്ക്ക് ആവശ്യമായി വന്നില്ല. തുടർന്ന് അവിടെ ആളുകൾ കുടിയേറി താമസിക്കാൻ തുടങ്ങി. പുതിയ ദേശീയപാത അലൈൻമെന്റ് പ്രകാരം പാതയും ഈ സ്ഥലവും തമ്മിൽ 500 മീറ്റർ ദൂരമുണ്ട്. ഇവർക്ക് പട്ടയം നൽകുന്നതിന് ദേശീയപാത അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രം ആവശ്യമായിരുന്നു. എന്നാൽ നിരാക്ഷേപ പത്രം നൽകാൻ ദേശീയപാത അധികാരികൾ തയ്യാറായില്ല. ദേശീയപാത അധികൃതരുമായി റവന്യൂ മന്ത്രി K. രാജന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിലയിടാക്കാതെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ സമ്മതിച്ചു. റോഡ് പുറമ്പോക്ക് ഇനത്തിൽപ്പെട്ട ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനത്തിനായി മന്ത്രിസഭയ്ക്ക് നൽകുകയും സർക്കാരിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് പ്രസ്തുത ഭൂമി റോഡ് പുറമ്പോക്ക് ഇനത്തിൽ നിന്നും മാറ്റുകയും ചെയ്തു. ഇതോടെ ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് അർഹതാടിസ്ഥാനത്തിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ മന്ത്രി K. രാജൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതോടെ 45 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത്. തിരുവനന്തപുരം പാറശാല നിയോജക മണ്ഡലത്തിലെ അഞ്ചുചങ്ങല പ്രദേശത്തെ 1000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാകാൻ നടപടിയായി. നെയ്യാർ ഡാമിന്റെ റിസർവോയറിന് ചുറ്റുമായി കള്ളിക്കാട്, അമ്പൂരി, വാഴിച്ചൽ വില്ലേജുകളിൽ താമസിക്കുന്ന 1000-ലധികം കുടുംബങ്ങളുടെ പട്ടയം എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇവരുടെ ഭൂമി BTRൽ റവന്യൂ ഭൂമി എന്നതിന് പകരം ക്ലാമല റിസർവ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത് മൂലം പട്ടയം ലഭ്യമാകുന്നതിന് തടസ്സമായിരുന്നു. ദീർഘകാലമായുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് CK ഹരീന്ദ്രൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് റവന്യൂ, വനം, ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഭൂമിയുടെ സർവേ നടത്തി യഥാർത്ഥ സ്ഥിതി കണ്ടെത്തുന്നതിന് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സർവേയിലാണ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയും രേഖകളിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തി കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് തീരുമാനമാവുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്താ ബുള്ളറ്റിന്റെ 2ാം ഭാഗത്ത് 1000-ലധികം കുടുംബങ്ങൾ എന്നതിന് പകരം 19 കുടുംബങ്ങൾ എന്ന് തെറ്റായി വായിക്കാനിടയായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 2ാം വാർഡിൽ ഒരാൾക്ക് നിപ്പ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 4 തദ്ദേശ സ്ഥാപനങ്ങളിലെ 9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ BR വിനോദ് പ്രഖ്യാപിച്ചു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോണിക്കൽ ഡിവിഷൻ 1, താണിയപ്പൻകുന്ന് ഡിവിഷൻ 2, കക്കാട്ടുപാറ ഡിവിഷൻ 3, കാവുംപുറം ഡിവിഷൻ 4, മാറാക്കര പഞ്ചായത്തിലെ വാർഡ് 9, വാർഡ് 11, വാർഡ് 12, എടയോർ പഞ്ചായത്തിലെ വാർഡ് 17, ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത്. രോഗവ്യാപനം തടയാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുമാണ് ഈ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം. കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. ഈ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്നും മദ്രസകൾ, അംഗനവാടികൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ലെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടില്ല. ഈ വാർഡുകൾക്ക് പുറമെ ജില്ലയിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കൂടിച്ചേരലുകൾ പരമാവധി കുറച്ച് സാമൂഹിക അകലം പാലിക്കണം. പനി,
ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 0483 273 6320 0483 273 6326 എന്നീ നമ്പറുകളിൽ വിളിച്ച് അറിയിക്കേണ്ടതുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.